നമസ്കാരം. ഒന്നായി തുടരാം എന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 30% വരുന്നത് പ്രവാസികളിൽ നിന്നാണ്. ഇന്ത്യയിലേക്ക് പ്രവാസികൾ അയക്കുന്ന പണത്തിൻ്റെ 19.7% കേരളത്തിലേക്കാണ് വരുന്നത്. ഒരു പ്രവാസിയെങ്കിലുമുള്ള ലക്ഷക്കണക്കിന് വീടുകൾ കേരളത്തിലുണ്ട്. ഈ പ്രവാസികളോട്, ഈ കുടുംബങ്ങളോട് UDFിൻ്റെ സമീപനം എന്താണെന്ന് ശ്രീ VD സതീഷിൻ്റെ വാക്കുകളിലുണ്ട്. ഞങ്ങളിതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഞാൻ പറഞ്ഞില്ല, വിശാലമായ മനസ്സ് ഈ സമയത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ഇടുങ്ങിയ മനസ്സായിപ്പോയി ഈ സമയത്ത്. അതുകൊണ്ടാണ് സർക്കാരുമായി ഇപ്പോൾ സഹകരിക്കേണ്ട എന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ആ സ്റ്റേജിൽ പോയി മുഖ്യമന്ത്രിയുടെ ഒപ്പം ഇരിക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ നിലപാട്, അതായത് UDFിൻ്റെ നിലപാട് എന്തു തന്നെയായാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ LDF സർക്കാരിന് കഴിയില്ല. പ്രവാസി ക്ഷേമ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് LDF സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ത് പറഞ്ഞാലും അത് സാധ്യമാവില്ല എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്കും അത് തിരിച്ചു കാണിക്കാൻ കഴിയണ്ടേ? നിർഭാഗ്യവശാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർക്ക് അത് കഴിയുന്നില്ല. വളരെ ഇടുങ്ങിയ മനസ്സോടെ ഞാൻ ബഹിഷ്കരിക്കുകയാണ് എന്ന് പറയുകയാണ്. പണ്ട് ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ ഭക്ഷണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് പണങ്ങി നിൽക്കുന്നൊരു സ്ഥിതിയില്ല. എന്താണ് ഇതിനൊക്കെ അർത്ഥം? ഇതെല്ലാം കുട്ടികളല്ലാലോ, ഇരുത്തം വന്നവരല്ലേ, നാടിൻ്റെ കാര്യങ്ങളിൽ താല്പര്യപൂർവ്വം ഇടപെട്ടുകൊണ്ടിരിക്കുന്നവരല്ലേ. ഇതാണോ സ്വീകരിക്കേണ്ട സമീപനം? ഒരു തവണ ഒരബദ്ധം പറ്റി, ആ പറ്റിയ അബദ്ധം തന്നെ പിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? ലോക കേരള സഭ ബഹിഷ്കരിക്കാനുള്ള UDFിൻ്റെ തീരുമാനം മുസ്ലിം ലീഗ് തള്ളി. മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ലോക കേരള സഭയിൽ ഉണ്ടായിരിക്കുകയും അത് സംഘടിപ്പിക്കാനുള്ള സർക്കാരിൻ്റെ തീരുമാനത്തെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇങ്ങനെയൊരു സഭയെ രൂപപ്പെടുത്തിയെടുത്തതിൽ ഈ സർക്കാർ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നാഷണൽ എക്സിക്യൂട്ടീവ് അംഗവും കേരള സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തക സമിതി അംഗവുമാണ്. ഞങ്ങൾക്ക് വേണ്ടി സമ്മേളനമാണ് ഈ സഭയാണ്. ഈ സഭ ഞങ്ങളെ ആദരിക്കുന്നു. 2018 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ലോക കേരള സഭ ആരംഭിച്ചത്. തുടക്കത്തിൽ 35 രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് പ്രതിനിധികൾ പങ്കെടുത്തത്. 2026 രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നടന്ന ലോക കേരള സഭയുടെ 5ാം പതിപ്പിലെത്തി നിൽക്കുമ്പോൾ 125 രാജ്യങ്ങളിൽ നിന്നും 28 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രതിനിധികളെത്തി. പ്രതിനിധികളുടെ എണ്ണത്തിലെ വർധനവ് ലോക മലയാളികൾ ലോക കേരള സഭയെ എങ്ങനെ കാണുന്നു എന്നതിൻ്റെ തെളിവാണ്. കൂടെ UDFിൻ്റെ നിലപാടിനുള്ള മറുപടിയും. കേരളത്തിൻ്റെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന വിഭാഗമാണ് കേരളത്തിലെ പ്രവാസികൾ. സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ ഏതാണ്ട് 35% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വിഭാഗം എന്നുള്ള നിലയിൽ നിർണായകമായ പങ്കാണ് അവർ കേരളത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടങ്ങളിലാണ് പ്രവാസികൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. നോർക്ക എന്ന് പറയുന്ന വകുപ്പ് തന്നെ കൊണ്ടുവരുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്താണ്. പിന്നീട് 2008 ക്ഷേമനിധി ആക്ട് പ്രകാരം 2009 ക്ഷേമനിധി ബോർഡ് കൊണ്ടുവരികയും ഒട്ടനവധി ലക്ഷക്കണക്കായിട്ടുള്ള പ്രവാസികൾക്ക് ആശ്വാസകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തു. ജീവിതോപാധികൾക്ക് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിന്നിച്ചെറുതെറിക്കിടന്ന ദുരിതമനുഭവിച്ചുകൊണ്ടിരുന്ന, പ്രയാസമനുഭവിച്ചുകൊണ്ടിരുന്ന പ്രവാസികളെ ഒന്നായി ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ലോക കേരളത്തിനായുയർന്നതീ സഭാതലം സഹ്യസാഗരങ്ങളല്ല കേരളത്തിനതിരുകൾ. ഈ മണലാരുണ്യങ്ങളിലും വിദേശ നാടുകളിലും പണിയെടുക്കുന്ന പ്രവാസികൾ അവരുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും നല്ല ബൃഹത്തായൊരു പദ്ധതിയാണ്. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് എന്താണ്? ഇത് ദൂരത്തെന്നാണ് പറയുന്നത്.
നമുക്കതിൻ്റെ ഒരു വാസ്തവത്തിലേക്ക് കടക്കാൻ വേണ്ടി പറ്റും. ഒന്നാം സഭയിൽ 35 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. അത് 4ാം സഭയായപ്പോൾ 103 രാജ്യങ്ങളായി. ഇപ്പോൾ കഴിഞ്ഞ ജനുവരി മാസത്തിൽ കഴിഞ്ഞ 5ാം ലോക കേരള സഭയിൽ 125 രാജ്യങ്ങളിലെ പ്രവാസി പ്രതിനിധികൾ പങ്കെടുക്കുകയാണ്. പക്ഷേ ബോധപൂർവം പ്രതിപക്ഷം എന്താ പറയുന്നത്? ഇത് ധൂർത്താണെന്ന്. കഴിഞ്ഞ ലോക കേരള സഭയിൽ സർക്കാർ അനുവദിച്ചത് 3 കോടിയാണ്. ആകെ ചിലവായത് 35 ലക്ഷം രൂപയാണ്. പ്രവാസികൾക്ക്, ഈ നാടിൻ്റെ സമ്പദ്ഘടന താങ്ങി നിർത്തുന്ന പ്രവാസികളെ എല്ലാ തരത്തിലും അപമാനിക്കുന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷ നേതാവടക്കമുള്ള UDF നേതാക്കൾ അനുവർത്തിക്കുന്നത്. ലോകത്തിൽ എവിടെ മലയാളിയുണ്ടോ അവിടെയെല്ലാം കേരളമുണ്ട് എന്ന സങ്കല്പത്തിലാണ് ലോക കേരള സഭയ്ക്ക് പിണറായി സർക്കാർ തുടക്കമിട്ടത്. ലോകത്തെമ്പാടും ചിതറിക്കിടക്കുന്ന മലയാളികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക, അവരുടെ അറിവും നൈപുണ്യവും കേരള നിർമ്മിതിക്ക് പ്രയോജനപ്പെടുത്തുക, ഇതും ലോക കേരള സഭയുടെ ലക്ഷ്യമാണ്. 2018 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ച് 2024 എത്തുമ്പോഴേക്കും 3 ലോക കേരള സഭയും 2 റീജിയണൽ സമ്മേളനങ്ങൾ, ഒന്ന് ലണ്ടനിലും മറ്റൊന്ന് ന്യൂയോർക്കിലും. 3ാമത്തെ ലോക കേരള സഭ നടന്നത് തിരുവനന്തപുരത്ത് നിയമസഭാ ആസ്ഥാനത്താണ്. 35 രാജ്യങ്ങളിൽ നിന്ന് ആരംഭിച്ച് 105 രാജ്യങ്ങളിലെ മലയാളികളെ കോർഡിനേറ്റ് ചെയ്യുന്ന അവരുടെ ഒരു വേദിയാണ് ലോക കേരള സഭ. ഇതിൻ്റെ ഗുണമെന്താണെന്ന് വ്യക്തിപരമായി അനുഭവിച്ച ഒരാളാണ് ഞാൻ. പല രാജ്യങ്ങൾക്കകത്തും മലയാളികൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി ഞങ്ങളെ സമീപിക്കുമ്പം ഞങ്ങൾ ഏറ്റവും ആദ്യം സമീപിക്കുന്നത് ലോക കേരള സഭ അംഗങ്ങളെയാണ്. പലതരത്തിലും ലോകത്തെമ്പാടും പ്രവർത്തിക്കുന്ന മലയാളികൾ, അവർക്ക് ആശ്വാസം പകരുന്ന, ഒപ്പം അവരുമായി ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നൊരു വേദിയാണ് ലോക കേരള സഭ. ഇന്ത്യക്ക് മാതൃകയായ ലോക കേരള സഭയെക്കുറിച്ച് കേന്ദ്ര സർക്കാർ തന്നെ സൂചിപ്പിച്ചു. കേരള മോഡൽ ലോക കേരള സഭ പോലുള്ള സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനങ്ങളും ആരംഭിക്കുന്നതിനെക്കുറിച്ച് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏതെല്ലാം ഭൂഖണ്ഡത്തിൽ ഏതെല്ലാം രാജ്യത്ത് മനുഷ്യരുണ്ടോ, മലയാളിയുണ്ടോ, അവരെല്ലാം യോജിപ്പിക്കുന്ന രീതിയിലേക്കാണ് ലോക കേരള സഭ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ലോക കേരള സഭയുടെ ഗുണം ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്കാണ്. നമ്മുടെ പ്രവാസികൾ ലോകത്തിൻ്റെ പല കോണുകളിലുമുണ്ട്. അവർക്ക് നമ്മളുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്നൊരു വേദിയായി ലോക കേരള സഭ ഇതിനോടൊപ്പം മാറിയിട്ടുണ്ട്. 2011 മുതൽ 2016 വരെയുള്ള UDF സർക്കാരിൻ്റെ കാലം പ്രവാസികൾക്ക് ഇരുണ്ട കാലമായിരുന്നു. പ്രവാസി സംഘടനകൾക്കെല്ലാം നിരന്തരം സമരവുമായി തെരുവിലിറങ്ങേണ്ടി വന്ന കാലം. പ്രവാസികളുടെ അഭിപ്രായങ്ങൾ നോക്കിയാൽ മതി നമുക്കിത് മനസ്സിലാക്കാൻ. സൗദി സ്വകാര്യവൽക്കരണത്തെ തുടർന്ന് ആയിരക്കണക്കിന് പ്രവാസികൾക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത്. കേരളത്തിലേക്ക് തിരിച്ചെത്തിയ പ്രവാസികൾക്ക് പുനരധിവാസ പാക്കേജ് നടപ്പാക്കുമെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ചു. ബഡ്ജറ്റിൽ തുക നീക്കിവെക്കുകയും ചെയ്തു. എന്നാൽ ഒന്നും ചെയ്തില്ല. പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയും കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഒരുപാട് വാഗ്ദാനങ്ങളുടെ പെരുമയെ തന്നെ സൃഷ്ടിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യരെന്ന് പറയട്ടെ, പ്രവാസി സമൂഹത്തിന്, കേരളത്തിലെ സമ്പദ്ഘടന താങ്ങി നിർത്തുന്ന പ്രവാസി സമൂഹത്തിന് ഒന്നും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതൊരു വസ്തുതയാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാച്ചിട്ട് വന്നതാണ്. അതിനാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ 3 മാസമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് അവരിതുവരെ അതിനെപ്പറ്റി ഒരു വിവരവും തന്നിട്ടില്ല. വിളിച്ചു നോക്കുമ്പോൾ അവിടെ ഒന്നും ആയിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. ഒരു സംഗതി ആയിട്ടില്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ചു കാലം വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. ഗൾഫ് രാജ്യങ്ങളിൽ തദ്ദേശീയർക്ക് ജോലി നൽകുന്ന പദ്ധതികൾ മൂലം മടങ്ങി വരാൻ നിർബന്ധിതമാകുന്ന മലയാളികൾക്ക് വേണ്ടി ഒരു സംരംഭക പദ്ധതി സർക്കാർ ആവിഷ്കരിക്കുന്നതാണ്. ഇതിലേക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന അവസരത്തിൽ തന്നെ പ്രവാസികൾക്ക് വിഹിതം നിക്ഷേപിക്കാം. അംഗത്വമെടുക്കുന്ന ഗൾഫ് മലയാളികൾ തിരിച്ചെത്തുമ്പോൾ അവരുടെ നിക്ഷേപത്തിന് തുല്യമായ തുക അധിക വായ്പയായി ലഭ്യമാക്കുന്നതാണ്. ഇതിനായി നോഡൽ ഏജൻസിയായി പ്രവർത്തിക്കുന്ന KSFEക്ക് നടപ്പ് വർഷം 2 കോടി രൂപ വകയിരുത്തുന്നു. KSFE ബന്ധപ്പെടണേ നമ്മൾ അറിയണ്ടേ? അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. അത് കാരണം നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല. നോർക്കയിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു അവരുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ നമ്മളെ പോയി ബന്ധപ്പെടുക ഒന്നും ചെയ്തിട്ടില്ലല്ലോ. വലിയ പ്രഖ്യാപനങ്ങളുടെ കാലമായിരുന്നു UDF സർക്കാരിൻ്റെ കാലം. പ്രവാസികൾക്ക് പെൻഷൻ നൽകും എന്നതായിരുന്നു അതിലൊന്ന്. എന്നാൽ പെൻഷൻ നൽകിയില്ല എന്ന് മാത്രമല്ല, 2009 LDF സർക്കാർ ആരംഭിച്ച പെൻഷൻ പദ്ധതി തകർക്കുകയും ചെയ്തു. പെൻഷൻ കിട്ടും, അപ്പോൾ ഒന്നുമില്ലെങ്കിൽ മക്ക വരുന്നാലേ എനിക്ക് മരുന്ന് വാങ്ങാനുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇതിന് മുൻകൈ എടുത്തതും അപേക്ഷ കൊടുത്തതും. ഇപ്പം അത്
ക്യാൻസലാക്കി പെൻഷൻ കിട്ടാൻ യാതൊരു വഴിയില്ല. 20 വർഷം പ്രവാസ ജീവിതം നയിച്ച നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനി ആമിനയുടെ വാക്കുകളാണിത്. മരുന്ന് വാങ്ങാനെങ്കിലും മാസത്തിൽ ചെറിയൊരു തുക പ്രതീക്ഷിച്ചാണ് ആമിനയെ പോലുള്ളവർ കേരള പ്രവാസി കേരളീയ ക്ഷേമനിധിയിൽ അംഗത്വമെടുത്തത്. സംരംഭം തുടങ്ങാൻ വായ്പ നൽകുമെന്ന് പ്രഖ്യാപിച്ച് കബളിപ്പിക്കൽ ഒരു വശത്ത്, മറുവശത്ത് എങ്ങനെയെങ്കിലും വായ്പ എടുത്തവരെ കടക്കണിയിൽ കുടുക്കൽ. ഇതായിരുന്നു UDF സർക്കാരിൻ്റെ കാലത്ത് നടന്നത്. 15% മൂലധന സബ്സിഡി, 3% പലിശ സബ്സിഡി. പ്രഖ്യാപനം കേട്ട് വായ്പ എടുത്തവരെല്ലാം കുടുക്കിലായി. ഗവൺമെന്റ് നോർക്കയും പറ്റിച്ച ഞങ്ങളാണ്. പ്രവാസികൾക്ക് ഒരു സഹായവും ഇതുവരെ ചെയ്തിട്ടില്ല. ഫസ്റ്റ് പറഞ്ഞത് പലിശരഹിത വായ്പ എന്നാണ്, പിന്നെ പറഞ്ഞത് 3% പലിശ എന്നാണ്. പക്ഷേ ഇപ്പോൾ ബാങ്കിൽ അവർ വാങ്ങുന്ന 10.25% പലിശ എന്നാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ വലിയൊരു ഭാരമാണ് തലയിൽ വീണിക്കണ്. ഒരു കാലത്തും ഒഴിവാവില്ല. പ്രവാസികളെ വഞ്ചിച്ച ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ നിരന്തര സമരം ചെയ്യേണ്ടി വന്നു പ്രവാസികൾക്ക്. നാടിനു വേണ്ടി വിദേശത്ത് പോയി ചോര നീരാക്കി പണിയെടുത്തവർക്ക് നാട്ടിൽ ജീവിക്കാൻ സമരം ചെയ്യേണ്ട അവസ്ഥ. അതായിരുന്നു UDF സർക്കാരിൻ്റെ ഇരുണ്ട കാലം. UDF സർക്കാരിൻ്റെ കാലത്ത് നിന്ന് 2011-2016 കാലത്ത് നിന്ന് കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിൻ്റെ കാലത്തേക്ക് വന്നാലോ? സാക്ഷ്യം അനുഭവിച്ചറിഞ്ഞവർ തന്നെ പറയുന്നു. ഒന്നല്ല, നിരവധി പേർ. ഞാൻ UK റിക്രൂട്ട്മെൻറ്റ് ടൈമിൽ നോർക്ക വഴിയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ് നോർക്ക ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഷോർട്ട് ലിസ്റ്റിൻ്റെ ടൈം മുതൽ നമ്മുടെ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലും ഇൻ്റർവ്യൂ പാസ്സായ ശേഷവും UK-ലെത്തുന്ന ടൈമും എല്ലാ ടൈമിലും ഒത്തിരി നമ്മളെ ഹെൽപ്ഫുള്ളായിരുന്നു. ഇവിടെ ഹെൽത്ത് ബോർഡിലുള്ള ആദ്യത്തെ ഇന്ത്യൻ നഴ്സുമാരാണ്, ഇൻ്റർനാഷണൽ നേഴ്സസാണ് നമ്മൾ. ഈവൻ ഹോസ്പിറ്റലാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര വെൽക്കമിങ് ആണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കാം, അതുപോലെ നോർക്ക റിക്രൂട്ടേഴ്സിനോട് ചോദിക്കാം. അവരൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കാനഡയിലെ ഒരു രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരള ഗവൺമെൻറ് നോർക്ക ത്രൂ കാനഡയിലേക്ക് രജിസ്റ്റേർഡ് നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്തത്. ആ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി തീരുവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു. മടങ്ങിയെത്തുന്ന പ്രവാസികളുടെ പുനരധിവാസത്തിനായി സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി പ്രകാരം 30 ലക്ഷം വരെ മൂലധന ചെലവുള്ള പദ്ധതികൾക്ക് 15% മൂലധന സബ്സിഡി അനുവദിക്കുന്നു. ഇതിലൂടെ 7800 പ്രവാസി സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞു. 106 കോടി 38 ലക്ഷം രൂപ സബ്സിഡിയായി അനുവദിച്ചു. പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ സാമ്പത്തികമായും ശാരീരികമായും അവശത അനുഭവിക്കുന്ന പ്രവാസി കുടുംബങ്ങളുടെ സഹായത്തിനായി 1ഉം 2ഉം പിണറായി സർക്കാർ 35,580 കുടുംബങ്ങൾക്ക് 212 കോടി രൂപയുടെ ധനസഹായം നൽകി. കോവിഡ് മഹാമാരിയെ തുടർന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയവർക്കും സ്വയം തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ളവർക്കുമായി ആരംഭിച്ച പ്രവാസി ഭദ്രതാ പദ്ധതി മുഖേന 13,906 പ്രവാസികൾക്ക് സംരംഭം ആരംഭിക്കാനായി. സബ്സിഡി ഇനത്തിൽ 118 കോടി 98 ലക്ഷം രൂപ വിതരണം ചെയ്തു. കേരളത്തിന്റെ വികസനത്തിന് പ്രവാസികളുടെ വൈദഗ്ധ്യവും അനുഭവ പരിചയവും പ്രയോജനപ്പെടുത്തുന്നതിന് സംഘടിപ്പിച്ച നോർക്ക പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് ലീഡർഷിപ്പ് മീറ്റ് ലോകമെമ്പാടുമുള്ള മലയാളി പ്രൊഫഷണലുകളുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും സംഗമമായി മാറി. നസീറേ, പ്രവാസി സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ 3 ലക്ഷം രൂപ വരെ കൊടുക്കുന്നു. 81 സംഘങ്ങൾക്കായിട്ട് 2.43 കോടി രൂപ ഇതിനകം വിതരണം ചെയ്ത് കഴിഞ്ഞു. ഭരിക്കുന്നവർക്ക് വിഷം വേണം, അപ്പോൾ ഇതൊക്കെ നടക്കും. അതെ അതെ, എല്ലാ രംഗത്തും ഇപ്പോൾ ഇത് കാണാം. കേരളം വേറെ ലെവലാ നസീറേ. UDF സർക്കാർ തകർത്ത പ്രവാസി പെൻഷൻ പദ്ധതി LDF സർക്കാർ വന്നതോടുകൂടി ജീവൻ വെച്ചു തുടങ്ങി. 2009 LDF സർക്കാർ ആരംഭിച്ച 500 രൂപ പിന്നീട് വളർന്നത് 2016 LDF സർക്കാർ വന്നതിന് ശേഷം. 2009 500 രൂപയായിരുന്നു പ്രവാസികളുടെ ക്ഷേമനിധി പെൻഷനെങ്കിൽ വളരെ തുച്ഛമായിട്ടുള്ള പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് മാറി മാറി വന്നിട്ടുള്ള ഭരണകൂടങ്ങളോട് കേരളത്തിൽ നിന്നുള്ള പ്രവാസികൾ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ എല്ലാം ദീനരോധനങ്ങളായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ
ആദ്യമായിക്കൊണ്ട് പ്രവാസികളുടെ പെൻഷൻ 500 രൂപയിൽ നിന്നും 2000 രൂപയാക്കി വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് 2021 രണ്ടാമതൊരിക്കൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ 2000 ഉണ്ടായിരുന്ന പെൻഷൻ 3000-വും 3500 രൂപയുമായി വർദ്ധിപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത്തരത്തിൽ എല്ലാ തരത്തിലും പ്രവാസികളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. 2018 ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ലോക കേരള സഭയ്ക്ക് തുടക്കമായത്. പ്രവാസികളോടൊപ്പം നിൽക്കുന്ന LDF സർക്കാരിന്റെ മറ്റൊരു കാൽവെപ്പ് ലോക കേരള സഭയിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളെ ഒരു കുടക്കീഴിലെത്തിച്ചു. അതിനു മുമ്പ് എന്നുവെച്ചാൽ 2006-2011 കാലത്തെ LDF സർക്കാർ പ്രവാസികൾക്ക് സമ്മാനിച്ചതാണ് പ്രവാസി ക്ഷേമനിധി ബോർഡ്. സാധാരണക്കാരായ പ്രവാസികൾക്ക് LDF സർക്കാരിന്റെ ഒരു കൈ സഹായം. 2016 പ്രവാസി ക്ഷേമനിധി ബോർഡിൻ്റെ അംഗത്വം എന്ന് പറയുന്നത് കേവലം 1.25 ലക്ഷമായിരുന്നെങ്കിൽ ഇന്ന് ഏതാണ്ട് 8.25 ലക്ഷത്തോളം അധികം ആളുകൾ പ്രവാസി ക്ഷേമനിധിയിൽ അംഗങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രവാസി ക്ഷേമനിധിയിൽ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം ഏതാണ്ട് 87,000-ഓളം ആളുകൾ പ്രവാസി ക്ഷേമനിധിയിൽ നിന്നും മാസം തോറും 3000-വും 3500 രൂപയുമായി പെൻഷൻ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ ജീവിതത്തിൻ്റെ വസന്തകാലം മുഴുവൻ വിവിധ രാജ്യങ്ങളിൽ ചെലവഴിച്ച് തിരിച്ചു വന്നിട്ടുള്ള പ്രവാസികൾക്ക് വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു നിലപാടാണ് ക്ഷേമനിധി ബോർഡിൻ്റെ ഈ പെൻഷൻ പദ്ധതിയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും പെൻഷൻ മാത്രമല്ല, പ്രവാസികളായിട്ടുള്ള മനുഷ്യർക്ക് ഒട്ടനവധി സേവനങ്ങളാണ് കേരളത്തിലെ ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്നത്. മരണാനന്തര ധനസഹായമായിക്കൊണ്ടും പ്രവാസികളുടെ മക്കളുടെ വിവാഹത്തിനുള്ള ധനസഹായമായിക്കൊണ്ടും അതുപോലെ തന്നെ രോഗാതുരമായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ പ്രവാസികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. 2009 LDF സർക്കാരിൻ്റെ കാലത്ത് നിലവിൽ വന്ന പ്രവാസി ക്ഷേമനിധി ബോർഡിന് UDF സർക്കാർ 1 രൂപ പോലും അനുവദിച്ചില്ല. എന്നാൽ 1-2 പിണറായി സർക്കാർ 355 കോടി രൂപയാണ് ക്ഷേമനിധി ബോർഡിന് കൈമാറിയത്. UDF സർക്കാരിൻ്റെ കാലത്ത് ക്ഷേമനിധി അംഗങ്ങൾക്ക് 1 രൂപ പോലും ബോർഡ് നൽകിയിരുന്നില്ല. ബോർഡിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ച സ്ഥിതി. എന്നാൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 10 വർഷത്തിനിടെ ക്ഷേമനിധി അംഗങ്ങൾക്ക് ഒരു മാസം 30 കോടി രൂപയുടെ സഹായം നൽകുന്നു. ക്ഷേമനിധി പെൻഷൻ ഇനത്തിൽ മാത്രം 1076 കോടി രൂപയാണ് വിതരണം ചെയ്തത്. LDF സർക്കാരും UDF സർക്കാരും തമ്മിലുള്ള വ്യത്യാസം പ്രവാസികൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ മനസ്സിലാക്കിയതാണ്. UDF സർക്കാരിൻ്റെ കാലത്ത്, രാജ്യം UPA ഭരിക്കുന്ന കാലത്ത് പ്രവാസികളെ എങ്ങനെയാണ് ചൂഷണം ചെയ്തതെന്ന് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അന്നത്തെ വാർത്തകൾ കാണാം. എയർ ഇന്ത്യ ഒരു തരത്തിൽ പീഡിപ്പിക്കുകയാണ്. എയർ ഇന്ത്യ പീഡിപ്പിക്കുമ്പോൾ എപ്പോഴും ഗവൺമെൻറ് പറയാറുള്ളത് ഞങ്ങൾ യാത്രക്കാരുടെ പക്ഷത്താണ്, പ്രവാസികളുടെ പക്ഷത്താണ് എന്നാണ്. എന്നാൽ ഇന്ന് ഗവൺമെൻറ് എടുത്ത ഈ നിലപാട്, പോലീസ് എടുത്ത ഈ നടപടി വളരെയേറെ സങ്കടകരമാണ്. കേന്ദ്ര മന്ത്രിസഭയിൽ കേരളത്തിൽ നിന്ന് 6 മന്ത്രിമാർ. കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടി. ആ കാലത്താണ് വിമാന കമ്പനികളുടെ ചൂഷണത്തിനെതിരെ പ്രതികരിച്ച പ്രവാസികൾക്കെതിരെ കേസെടുത്തത്. ഇതിനെതിരെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്ത് വന്നു. രാജ്യത്തിന് ഏറ്റവും അധികം വിദേശ നാണ്യം നേടിത്തരുന്ന പ്രവാസി മലയാളികളോടുള്ള ക്രൂരത അവസാനിപ്പിക്കണം. കേരളത്തിൽ നിന്ന് 6 കേന്ദ്ര മന്ത്രിമാർ ഉണ്ടായിട്ടും ഇത്തരം പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നത് ലജ്ജാകരമാണ്. പോലീസുകാരനെ പാസ്പോർട്ട് ഓഫീസറായി നിയമിക്കുക, അത് നടന്നു കേരളത്തിൽ. മുസ്ലിം ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടിയുടെയും KP മജീദിന്റെയും സെക്യൂരിറ്റി ഓഫീസറായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അന്നത്തെ കേന്ദ്രമന്ത്രി E അഹമ്മദിന്റെ നിർദ്ദേശപ്രകാരം കോഴിക്കോട്ട് പാസ്പോർട്ട് ഓഫീസറായി നിയമിച്ചു. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ് ചീഫ് വിപ്പ് ആയിരുന്നപ്പോഴും മുൻപ് PK കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്നപ്പോഴും സുരക്ഷാ ചുമതല വഹിച്ചിരുന്ന വളാഞ്ചേരി പൂക്കാട്ടിരി സ്വദേശി K അബ്ദുൾ റഷീദിനെയാണ് മലപ്പുറം ജില്ലാ പാസ്പോർട്ട് ഓഫീസറായി ഡെപ്യൂട്ടേഷനിൽ നിയമിച്ചിരിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി E അഹമ്മദിന്റെ ഓഫീസിൽ നിന്നും നേരിട്ടിടപെട്ടാണ് അബ്ദുൾ റഷീദിനെ പാസ്പോർട്ട് ഓഫീസറാക്കിയതെന്ന് പ്രവാസി സംഘടനാ നേതാക്കൾ പറയുന്നു. കേന്ദ്ര സഹമന്ത്രി E അഹമ്മദ് സാഹിബിന്റെ ബിസിനസ് താല്പര്യം കൂടി ഇതിലുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2006 മുതൽ 2026 വരെയുള്ള ഭരണകാലഘട്ടം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും പ്രവാസികളോടുള്ള LDFന്റെ അനുഭാവപൂർണമായ സമീപനം. ഇതിൽ
അതിനുശേഷം 2011 മുതൽ 2016 വരെയുള്ള കാലം പ്രവാസികൾക്ക് ഇരുണ്ട കാലമായിരുന്നു. വീണ്ടും 2016 മുതൽ LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രവാസികൾ തളർത്തു തുടങ്ങി, LDF സർക്കാരിൻ്റെ പിന്തുണയോടെ. പ്രവാസികളുടെ ഏറെ കാലത്തെ ആവശ്യങ്ങളിലൊന്നായിരുന്നു സമഗ്ര ഇൻഷുറൻസ് പദ്ധതി. അതും യാഥാർത്ഥ്യമായി LDF സർക്കാരിൻ്റെ കാലത്ത്. നോർക്ക ID കാർഡുള്ള ലോകത്തെങ്ങുമുള്ള പ്രവാസികൾക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും 10 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും. കേരളത്തിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസികളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും പ്രവാസി പുനരധിവാസത്തിന് വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ടാണ് LDF സർക്കാർ പ്രവാസി മിഷന് രൂപം നൽകിയത്. സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുകയും പുനരധിവാസ പ്രവർത്തനത്തിന് പ്രവാസികളുടെ തന്നെ പങ്കാളിത്തത്തോടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും പ്രവാസി മിഷനായിരിക്കും. നോർക്ക നടപ്പിലാക്കി വരുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് പ്രവാസി ID കാർഡ് പദ്ധതി. ഇന്ന് നോർക്ക ID കാർഡ് പദ്ധതിയുടെ കീഴിൽ 3 ID കാർഡുകളാണ് ലഭ്യമാണ്. പ്രവാസികൾക്ക് വേണ്ടി ലഭ്യമായ നോർക്ക പ്രവാസി ID കാർഡുകൾ, ഇന്ത്യക്ക് അകത്ത് ഉള്ള പ്രവാസി മലയാളികൾക്ക് വേണ്ടിയുള്ള നോർക്ക ഇൻഷുറൻസ് കാർഡ്, പിന്നെ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നോർക്ക സ്റ്റുഡൻറ്റ് ID കാർഡ്. ഈ 3 പദ്ധതികളിലൂടെയും പ്രധാനമായിട്ട് പ്രവാസി മലയാളികളുടെ വിവരശേഖരണം നടത്തുന്നതോടൊപ്പം തന്നെ അവർക്ക് വിവിധ ഇൻഷുറൻസ് പരിരക്ഷ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന LDF സർക്കാർ പ്രവാസികളുടെ ജീവിതത്തിനും തുണയായി. 5 വർഷത്തെ തകർച്ചയിൽ നിന്നും മനോഹരമായ ഒരു തിരിച്ചുവരവ്. ഇത് തുടരണമെങ്കിൽ LDF സർക്കാർ അധികാരത്തിൽ വരണം. ഒന്നായി തുടരാം നവകേരളത്തിലേക്ക്. ഉറപ്പുള്ള വാക്കിൽ നിന്നും ഉയർക്കുന്ന നേരും കൊണ്ടേ ഉടച്ചൊന്നു വാർത്തു നമ്മൾ നാടിൻ രൂപം.